ദർശനോടൊപ്പമുള്ള കാശ്മീർ യാത്രയുടെ അവസാന ദിവസം ശ്രീനഗറിലുള്ള മനോഹരമായ കാഴ്ചകളിലേക്കാണ് സഹയാത്രികർക്കൊപ്പം ഞാനും യാത്രയായിരിക്കുന്നത്. ആദ്യമായി നാം എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീനഗറിലെ തന്നെ മകുടം എന്നറിയപ്പെടുന്ന ദാൽ ലേക്കിലേക്കാണ്. മനോഹരമായ തടാകവും അതിൽ വരിവരിയായി നിരത്തിയിട്ടിരിക്കുന്ന ശിക്കാരകളും ഹൗസ് ബോട്ടുകളുമാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഇന്ന് കുറേ സമയം ഇവിടെയുള്ള ശിക്കാര ബോട്ടുകളിലാണ് നാം ഈ ദാൽ തടാകത്തിലൂടെ സഞ്ചരിച്ച് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളിലേക്ക് നീങ്ങാനിരിക്കുന്നത്. അങ്ങനെ നമുക്കായി സജ്ജീകരിച്ചിരിക്കുന്ന ശിക്കാരകൾക്കരികിലേക്ക് സഹയാത്രികർക്കൊപ്പം ഞാനും നടന്നു നീങ്ങുകയാണ്. ദാൽ തടാകം നിറയെ എന്നതുപോലെ ഹൗസ് ബോട്ടുകളും ശിക്കാരകളുമാണ് നമുക്ക് കാണാനാവുന്നത്. മനോഹരവും വിവിധ നിറങ്ങളും വിവിധ രൂപങ്ങളും വിവിധ ഭംഗികളുമുള്ള അനേകം ശിക്കാരകളും ഹൗസ് ബോട്ടുകളുമാണ് ഇവിടെ കാണാനാവുന്നത്. നിറയെ യാത്രികരും തങ്ങളുടെ ഊഴത്തിനായി കാത്തിരിക്കുന്ന യാത്രികരും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ദാൽ തടാകത്തിൽ എത്തിയതിനു ശേഷം നമുക്കായി സജ്ജീകരിച്ചിരിക്കുന്ന ശിക്കാരകളുടെ അടുത്തേക്ക് നാം ബസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ദാൽ തടാകത്തിനരികിൽ ഒരിടത്ത് പാർക്ക് ചെയ്തതിനു ശേഷം ദാൽ തടാകത്തിന് അരികിലേക്ക് ഇറങ്ങി അവിടെ ദാൽ തടാകത്തിന് അരികിലായി നിർത്തിയിട്ടിരിക്കുന്ന ശിക്കാര ബോട്ടുകളിലാണ് നമുക്ക് ഇനി ദാൽ തടാകത്തിലേക്ക് നമ്മുടെ യാത്ര ആരംഭിക്കേണ്ടത്. അങ്ങനെ ബസ് ഇറങ്ങിയതിന് ശേഷം കുറച്ച് നേരത്തെ നടത്തത്തിനും കുറച്ച് നേരത്തെ കാത്തിരിപ്പിനും ഒക്കെ ഒടുവിൽ നാം ഇപ്പോൾ ദാൽ തടാകത്തിന് അരികിൽ നമുക്കായി സജ്ജീകരിച്ചിരിക്കുന്ന ശിക്കാരകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദാൽ തടാകത്തിന് അരികിൽ ധാരാളം ശിക്കാരകളും ഒപ്പം യാത്രികരെ കാത്തിരിക്കുന്ന ധാരാളം ഹൗസ് ബോട്ടുകളും നമുക്ക് കാണാവുന്നതാണ്. എൻ്റെ സഹയാത്രികരാണ് ഇപ്പോൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നതും ഓരോ ശിക്കാരകളിലും തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനായി ശിക്കാരകളിലേക്ക് നടന്നു നീങ്ങുന്നതും. കാഴ്ചയിൽ തന്നെ വളരെയേറെ മനോഹരമാണ് ഈ ശിക്കാരകൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രയേറെ മനോഹരമായി യാത്രികർക്കായി അലങ്കരിച്ചിരിക്കുന്ന ശിക്കാരകളിൽ ഒന്നിൽ സഹയാത്രികർക്കൊപ്പം ഞാനും സ്ഥാനം പിടിച്ചു. എനിക്കൊപ്പം എൻ്റെ ഭാര്യയും 2 സഹയാത്രികരുമുണ്ട്. അങ്ങനെ സഹയാത്രികർക്കൊപ്പം ദാൽ തടാകത്തിലെ ശിക്കാരയിലിരുന്ന് യാത്ര തുടരുമ്പോൾ ഞാൻ ഈ ദാൽ തടാകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദാൽ തടാകത്തിൻ്റെ ചരിത്രം കാശ്മീരിൻ്റെ തന്നെ ചരിത്രവുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. പുരാതന ഗ്രന്ഥങ്ങൾ മുതൽ മുഗൾ കാലഘട്ടം വരെ നീളുന്ന ഇതിൻ്റെ ചരിത്രം വളരെയേറെ കൗതുകം ജനിപ്പിക്കുന്നതാണ്. പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഈ തടാകം മഹാസരിത് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാശ്മീരിലെ രാജാവായിരുന്ന സുൽത്താൻ സൈനുൽ അബ്ദീൻ 15ാം നൂറ്റാണ്ടിൽ ഈ തടാകത്തിൽ ലങ്ക എന്നറിയപ്പെടുന്ന ഒരു കൃത്രിമ ദ്വീപ് നിർമ്മിച്ചതായി ചരിത്രരേഖകൾ പറയുന്നു. ഇന്ന് ഇത് സോണ ലങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ദാൽ തടാകത്തിൻ്റെ ചരിത്രത്തിലെ സുവർണകാലം മുഗൾ ഭരണകാലമായിരുന്നു. ശ്രീനഗറിലെ വേനൽക്കാലത്തെ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ മുഗൾ ചക്രവർത്തിമാർ ദാൽ തടാകത്തെ ഒരു സുഖവാസ കേന്ദ്രമായി തിരഞ്ഞെടുക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്തു. ദാൽ തടാകത്തിന് ചുറ്റുമുള്ള മനോഹരമായ മുഗൾ ഉദ്യാനങ്ങൾ, അതായത് ഷാലിമാർ ബാഗ്, നിഷാത്ത് ബാഗ് നിർമ്മിച്ചത് ജഹാംഗീർ ചക്രവർത്തിയുടെയും ഷാജഹാന്റെയും കാലത്താണ്. തടാകത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ജഹാംഗീർ ചക്രവർത്തിയാണ്
ഇതിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ കാശ്മീരിൽ എത്തിയതോടെ ദാൽ തടാകത്തിൽ ഹൗസ് ബോട്ടുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അക്കാലത്തെ കാശ്മീർ രാജാവ് ബ്രിട്ടീഷുകാർക്ക് ഭൂമി വാങ്ങുന്നതിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇതിനെ മറികടക്കാൻ ബ്രിട്ടീഷുകാർ തടാകത്തിൽ ഒഴുകുന്ന വീടുകൾ അഥവാ ഹൗസ് ബോട്ടുകൾ നിർമ്മിച്ചു. ഇത് പിന്നീട് ദാൽ തടാകത്തിൻ്റെ മുഖമുദ്രയായി മാറുകയാണ് ഉണ്ടായത്. ദാൽ എന്ന വാക്കിന് കാശ്മീർ ഭാഷയിൽ തടാകം എന്നു തന്നെയാണ് അർത്ഥം. ടിബറ്റൻ ഭാഷയിൽ ദാൽ എന്നാൽ നിശ്ചലമായ അല്ലെങ്കിൽ ശാന്തമായ എന്നും അർത്ഥമുണ്ട്. കാലക്രമേണ തടാകത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരികയും മലിനീകരണം ഒരു വെല്ലുവിളിയാവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും കാശ്മീരിൻ്റെ സാംസ്കാരികവും ചരിത്രപരവുമായ അടയാളങ്ങളുമായി ദാൽ തടാകം ഇന്നും നിലനിൽക്കുന്നു. രാജഭരണം മുതൽ ജനാധിപത്യ കാലം വരെ കാശ്മീരിലെ എല്ലാ മാറ്റങ്ങൾക്കും ഈ തടാകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇങ്ങനെ ദാൽ തടാകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ദാൽ തടാകത്തിലൂടെ ഷിക്കാരയിലിരുന്ന് സഹയാത്രികർക്കൊപ്പം ഞാനും യാത്ര നടത്തുകയാണ്. എത്ര കണ്ടാലും മതിവരാത്ത മനോഹര കാഴ്ചകളാണ് ദാൽ തടാകത്തിൽ. സഹയാത്രികർ എല്ലാവരും ഒത്തിരിയേറെ സന്തോഷത്തിലാണ്. ഒരു ഷിക്കാരയിൽ 4 പേർക്കാണ് യാത്ര ചെയ്യാവുന്നത്. അത് തുഴയാൻ ഒരു തുഴക്കാരനും ഉണ്ടാകും. ഇങ്ങനെ 5 പേരടങ്ങുന്ന ഒരു ടീമാണ് ഓരോ ഷിക്കാരയിലും യാത്ര ചെയ്യുന്നത്. എനിക്കൊപ്പം യാത്ര ചെയ്യുന്ന സഹയാത്രികരും മറ്റ് ഷിക്കാരകളിൽ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒത്തിരിയേറെ സന്തോഷത്തിലാണ്. ഇങ്ങനെ യാത്ര തുടരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷിക്കാരകളിൽ തന്നെ കച്ചവടക്കാർ പല പല സാധനങ്ങളുമായി നാം സഞ്ചരിക്കുന്ന ഷിക്കാരകളുടെ അടുത്തേക്ക് എത്തുകയും വിലപേശുകയും ഫോട്ടോഗ്രാഫിയും മറ്റ് കൗതുക വസ്തുക്കളും മെമൻറ്റോകളും ഒക്കെ വിൽക്കാൻ ശ്രമിക്കുകയും അതിനായി നമ്മെ പ്രലോഭിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സഹയാത്രികരിൽ കുറേ പേർ അവ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഞാനാകട്ടെ ഈ മനോഹരമായ ദാൽ തടാകത്തിൻ്റെ വീഡിയോ ചിത്രീകരിക്കുന്നതിൽ തിരക്കിലാണ്. ഇങ്ങനെ വീഡിയോ ചിത്രീകരിച്ചിരിക്കുമ്പോൾ ഞാൻ ദാൽ തടാകത്തെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന ദാൽ തടാകം ശ്രീനഗറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഏകദേശം 18 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ തടാകം കാശ്മീരിൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇന്നും കണക്കാക്കപ്പെടുന്നത്. ദാൽ തടാകത്തിലെ പ്രധാന ആകർഷണം മനോഹരമായി അലങ്കരിച്ച ഷിക്കാര എന്നറിയപ്പെടുന്ന മരത്തോണികളാണ്. തടാകത്തിലൂടെയുള്ള യാത്രയ്ക്കും സാധനങ്ങൾ വിൽക്കുന്നതിനും ഇവ ഉപയോഗിച്ചു വരുന്നു. ഇതിൽ ഒഴുകി നടക്കുന്ന വീടുകൾ അഥവാ ഹൗസ് ബോട്ടുകളിൽ താമസിക്കുന്നത് സഞ്ചാരികൾക്ക് ഒരു വേറിട്ട അനുഭവം നൽകുന്നു. വെള്ളത്തിന് മുകളിലെ മനോഹരമായ കൊത്തുപണികളോടുകൂടിയ മുറികൾ ഇവയുടെ പ്രത്യേകതകളാണ്. ഇന്ത്യയിലെ ഏക ഒഴുകുന്ന പച്ചക്കറി ചന്ത ദാൽ തടാകത്തിലാണ് ഉള്ളത്. അതിരാവിലെ ഷിക്കാരകളിൽ പച്ചക്കറികളും പൂക്കളും വിൽക്കുന്ന ഈ വിപണി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. തടാകത്തിന് ചുറ്റുമായി മുഗൾ ഉദ്യാനങ്ങളായ ഷാലിമാർ ബാഗ്, നിഷാദ് ബാഗ് എന്നിവ സ്ഥിതി ചെയ്യുന്നു. ശങ്കരാചാര്യ മലനിരകളുടെ പശ്ചാത്തലം തടാകത്തിന് കൂടുതൽ ഭംഗി നൽകുന്നു. ശൈത്യകാലത്ത് താപനില വളരെയധികം കുറയുമ്പോൾ തടാകം പൂർണ്ണമായും മഞ്ഞുപാളിയായി മാറാറുണ്ട്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സഞ്ചാരിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരിടം കൂടിയാണ് ഈ ദാൽ തടാകം. ഈ ദാൽ തടാകത്തെ ഇത്രയേറെ പ്രശസ്തമാക്കുന്നത് ഇവിടുത്തെ ഷിക്കാരകളാണ്. ശ്രീനഗറിൻ്റെ സാംസ്കാരിക പ്രതീകമായാണ് ഷിക്കാരകൾ അറിയപ്പെടുന്നത്. കാശ്മീരിലെ തടാകങ്ങളിലൂടെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗതമായ തടി കൊണ്ടുള്ള ചെറിയ വള്ളങ്ങളാണിവ. ദേവദാരു മരങ്ങൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്.
മനോഹരമായ കൊത്തുപണികളും വർണ്ണാഭമായ തുണികളും കൊണ്ട് ഇവ അലങ്കരിച്ചിട്ടുണ്ടാവും. പ്രധാനമായും വിനോദസഞ്ചാരികൾക്ക് തടാക സവാരി നടത്തുന്നതിനാണ് ഇവ ഉപയോഗിക്കുന്നത്. കൂടാതെ തടാക തീരത്തെ താമസക്കാർ ഗതാഗതത്തിനായും മീൻപിടുത്തത്തിനായും ശിക്കാരകളെ ആശ്രയിച്ചു വരുന്നു. കാശ്മീരിലെ കരകൗശല വസ്തുക്കൾ, കുങ്കുമപ്പൂവ്, പൂക്കൾ, പച്ചക്കറികൾ എന്നിവ ശിക്കാരകളിൽ വെച്ച് വിൽക്കാറുണ്ട്. വെള്ളത്തിന് മുകളിലെ ഈ വിപണി സഞ്ചാരികൾക്ക് അത്ഭുതകരമായ ഒരു കാഴ്ചയും പ്രദാനം ചെയ്യുന്നുണ്ട്. വിനോദസഞ്ചാരികൾക്കായി ഉപയോഗിക്കുന്ന ശിക്കാരകളിൽ കുഷ്യൻ ഇട്ട ഇരിപ്പിടങ്ങളും തടലിനായി മേൽക്കൂരയും ഉണ്ടായിരിക്കും. ഏകദേശം 4 മുതൽ 6 പേർക്ക് വരെ ഒരു ശിക്കാരയിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകളിൽ നിന്ന് കരയിലേക്ക് എത്തുന്നതിനും മറ്റ് കാഴ്ചകൾ കാണുന്നതിനും ശിക്കാരികൾ അവിഭാജ്യ ഘടകമാണ്. നിശബ്ദമായ വെള്ളത്തിലൂടെയുള്ള ഈ യാത്ര കാശ്മീർ താഴ്വരയുടെ ശാന്തത ആസ്വദിക്കാൻ ഏറ്റവും മികച്ച ഒരു വഴി കൂടിയാണ്. കാശ്മീരിലെ യാത്രയിലെ ഏറ്റവും ആകർഷകമായ അനുഭവങ്ങൾ ഒന്നാണ് ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകളിലെ താമസം. കാലത്താണ് ഇവ കാശ്മീരിൽ പ്രചാരത്തിലെത്തിയത്. ദേവദാരു മരങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഹൗസ് ബോട്ടുകൾ നിർമ്മിക്കുന്നത്. പുറംഭാഗത്തും അകത്തും മനോഹരമായ കതംബന്ദ് എന്ന തടി കൊണ്ടുള്ള കൊത്തുപണികൾ കാണാം. ഒരു ആഡംബര ഹോട്ടലിൽ ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഹൗസ് ബോട്ടുകളിൽ ലഭ്യമാണ്. കിടപ്പുമുറികൾ, ലിവിംഗ് റൂം, ഡൈനിങ് ഏരിയ, ബാൽക്കണി എന്നിവ ഇതിലുണ്ടാകും എന്നതാണ് ഈ ഹൗസ് ബോട്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഹൗസ് ബോട്ടുകൾ സാധാരണയായി ഒരിടത്ത് തന്നെ സ്ഥിരമായി നിർത്തിയിട്ടിരിക്കുകയാണ് പതിവ്. ഇവിടെ നിന്നും കരയിലേക്ക് പോകുന്നതിനും തിരികെ വരാനും ശിക്കാര വള്ളങ്ങളാണ് സാധാരണയായി ഉപയോഗപ്പെടുത്താറുള്ളത്. സൗകര്യങ്ങൾക്കനുസരിച്ച് ഹൗസ് ബോട്ടുകളെ വിവിധ ഗ്രേഡുകളായി തിരിച്ചിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന ഗ്രേഡിലുള്ളവയെ ആഡംബര ഹൗസ് ബോട്ടുകൾ എന്നാണ് വിളിക്കുക. സഞ്ചാരികൾക്ക് കാശ്മീരിൻ്റെ തനതായ വിഭവങ്ങൾ, അതായത് വാസ്വാൻ, കാവ ഹൗസ് ബോട്ടുകളിൽ ഇരുന്ന് ആസ്വദിക്കാവുന്നതാണ്. വൈകുന്നേരങ്ങളിൽ ഹൗസ് ബോട്ടിൻ്റെ ബാൽക്കണിയിൽ ഇരുന്ന് തടാകത്തിലെ സൂര്യാസ്തമയം കാണുന്നത് അതിമനോഹരമായ ഒരനുഭവവും കാഴ്ചയുമാണ്. കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവ വിൽക്കുന്ന കച്ചവടക്കാർ തങ്ങളുടെ ശിക്കാരകളിൽ ഹൗസ് ബോട്ടുകളുടെ അരികിലേക്ക് എത്താറുണ്ട്. ദാൽ തടാകത്തിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ വെള്ളത്തിനു മുകളിലെ ഈ താമസം സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത ഒരു ഓർമ്മയാണ് സമ്മാനിക്കുന്നത്. ദാൽ തടാകത്തിലെ മറ്റൊരു കൗതുകകരമായ കാഴ്ചയാണ് ഒഴുകുന്ന പച്ചക്കറി ചന്ത അഥവാ ഫ്ലോട്ടിംഗ് വെജിറ്റബിൾ മാർക്കറ്റ്. കാശ്മീർ ഭാഷയിൽ ഗുദ്രി എന്നാണ് ഈ ചന്ത അറിയപ്പെടുന്നത്. ലോകത്തിലെ തന്നെ അപൂർവം ചില ഒഴുകുന്ന മാർക്കറ്റുകളിൽ ഒന്നുകൂടിയാണിത്. ഈ ചന്ത നടക്കുന്നത് അതിരാവിലെയാണ്. സൂര്യോദയത്തിന് മുമ്പേ ആരംഭിച്ച് ഏകദേശം രാവിലെ 7 മണിയോടുകൂടി ഇത് അവസാനിക്കും. ദാൽ തടാകത്തിലെ ചതുപ്പ് നിലങ്ങളിൽ വിളയിക്കുന്ന തക്കാളി, വെള്ളരിക്ക, നദർ അതായത് താമരക്കിഴങ്ങ് തുടങ്ങിയ പച്ചക്കറികളാണ് പ്രധാനമായും ഇവിടെ വിൽക്കുന്നത്. കൂടാതെ മനോഹരമായ പൂക്കളും ഇവിടെ ലഭ്യമാണ്. കച്ചവടക്കാർ തങ്ങളുടെ ശിക്കാരകളിൽ ഉൽപ്പന്നങ്ങളുമായി തടാകത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് ഒത്തുകൂടുന്നു. ശിക്കാരകളിൽ നിന്ന് ശിക്കാരകളിലേക്കാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. പണ്ടുകാലത്ത് നിലനിന്നിരുന്ന വസ്തു കൈമാറ്റ രീതി, അതായത് ബാർട്ടർ സിസ്റ്റം, ഇന്നും ചിലയിടങ്ങളിൽ ാണ്. വിനോദസഞ്ചാരികൾക്ക് ഈ ചന്ത കാണണമെങ്കിൽ അതിരാവിലെ തന്നെ ശിക്കാരയിൽ യാത്ര തിരിക്കണം. പ്രഭാത കിരണങ്ങൾ തടാകത്തിൽ പതിക്കുമ്പോൾ നൂറുകണക്കിന് ശിക്കാരകൾ പച്ചക്കറികളുമായി ഒത്തുകൂടുന്നത് കാണുന്നത് സവിശേഷമായ ഒരു അനുഭവം കൂടിയാണ്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടേറെ നല്ല ദൃശ്യങ്ങൾ ഈ ചന്ത സമ്മാനിക്കുന്നുണ്ട്. കാശ്മീരിൻ്റെ തനിമയും തടാകതീരത്തെ ജനങ്ങളുടെ ജീവിത രീതിയും നേരിട്ടറിയുവാൻ ഈ ഒഴുകുന്ന വിപണി സന്ദർശിക്കുന്നത് ഏറ്റവും സഹായകരമാണ്.
കാശ്മീരിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ ദാൽ തടാകത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നും തടാകങ്ങളുടെ തടാകം എന്നും ദാൽ തടാകം വിശേഷിപ്പിക്കപ്പെടുന്നു. ശ്രീനഗറിലെയും പരിസര പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം ദാൽ തടാകത്തെ ആശ്രയിച്ചാണ്. ഹൗസ് ബോട്ടുകൾ, ശിക്കാര വള്ളക്കാർ, കരകൗശലക്കാർ, ഹൗസ് ബോട്ട് ഉടമകൾ, തൊഴിലാളികൾ എന്നിവർക്കെല്ലാം വരുമാനം നൽകുന്നത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളാണ്. ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത തരം ആഡംബര ഹൗസ് ബോട്ടുകൾ ദാൽ തടാകത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. തടാകത്തിലെ ഓളപ്പരപ്പിൽ താമസിച്ച് കാശ്മീരിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്നത് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ്. നിശബ്ദമായ തടാകത്തിലൂടെയുള്ള ശിക്കാര യാത്ര ഏതൊരു സഞ്ചാരിക്കും ലഭിക്കുന്ന ഏറ്റവും ശാന്തമായ ഒരു അനുഭവമാണ്. ഹിമാലയൻ മലനിരകളുടെ പശ്ചാത്തലത്തിൽ തടാകത്തിൻ്റെ ഭംഗി പകർത്താൻ ലോകമെമ്പാടുമുള്ള ഫോട്ടോഗ്രാഫർമാർ ഇവിടെ എത്താറുണ്ട് എന്നതാണ് ഈ ദാൽ തടാകത്തെ പ്രശസ്തമാക്കുന്നത്. കാശ്മീരി സംസ്കാരം അടുത്തറിയാൻ ദാൽ തടാകം ഒത്തിരിയേറെ സഹായിക്കുന്നു. ഒഴുകുന്ന ചന്തകൾ, കാശ്മീരിൻ്റെ പരമ്പരാഗത വ്യാപാര രീതികൾ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നു. കരകൗശല വസ്തുക്കളായ തുകൽ ഉൽപ്പന്നങ്ങൾ, പഷ്മീന ഷാളുകൾ, തടിയിലുള്ള കൊത്തുപണികൾ എന്നിവ വിൽക്കുന്ന കടകൾ തടാകത്തിന് ചുറ്റും ധാരാളമായുണ്ട്. ദാൽ തടാകത്തിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന പല പ്രധാന സ്ഥലങ്ങളും ടൂറിസം ഭൂപടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ മുഗൾ ഗാർഡൻസ്, അതായത് നിഷാദ് ബാഗ്, ഷാലിമാർ ബാഗ് എന്നിവ ഏറെ പ്രശസ്തവുമാണ്. മറ്റൊരു പ്രധാന ആകർഷണ കേന്ദ്രം ശങ്കരാചാര്യ ക്ഷേത്രമാണ്. തടാകത്തിൻ്റെ മനോഹരമായ ആകാശ ദൃശ്യം ശങ്കരാചാര്യ ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. ഹസ്രത്ത് പള്ളി തടാകത്തിൻ്റെ തീരത്തുള്ള പ്രശസ്തമായ മറ്റൊരു തീർത്ഥാടന കേന്ദ്രമാണ്. വേനൽക്കാലത്ത് വാട്ടർ സർഫിംഗ്, കയാക്കിംഗ് തുടങ്ങിയ ജലവിനോദങ്ങൾക്ക് ദാൽ തടാകത്തിൽ സൗകര്യം ഒരുക്കാറുണ്ട്. ചുരുക്കത്തിൽ കാശ്മീർ സന്ദർശിക്കുന്ന ഒരാൾക്കും ഒഴിവാക്കാനാകാത്ത സ്ഥലമാണ് ദാൽ തടാകം. ഇന്ത്യയുടെ ടൂറിസം വരുമാനത്തിലും അന്താരാഷ്ട്ര തലത്തിലും കാശ്മീരിനെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാക്കി ഉയർത്തുന്നതിലും ഈ ദാൽ തടാകം വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. ഇങ്ങനെ ദാൽ തടാകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ടൂറിസം മേഖലയ്ക്ക് അത് നൽകുന്ന സംഭാവനകളെക്കുറിച്ചും ഒക്കെ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല ശിക്കാരകളിലായി യാത്ര തിരിച്ച സഹയാത്രികർ ഏതാണ്ട് തങ്ങളുടെ യാത്രയുടെ പകുതി ഭാഗം പിന്നിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒത്തിരിയേറെ കച്ചവടക്കാരാണ് ഓരോ ശിക്കാരക്കടുത്തും എത്തുന്നത്. അതിൽ കാവ വിൽക്കുന്നവരും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്നവരും, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ മൊമെൻറ്റോസ്, മറ്റ് പലവിധ സാധനങ്ങൾ, ആഭരണങ്ങൾ, കൊത്തുപണിയുള്ള ഉരുപ്പടികൾ, ശില്പങ്ങൾ എന്നിവ വിൽക്കുന്നവരും ധാരാളമായി ഓരോ ശിക്കാരയ്ക്ക് അരികിലും എത്തി തങ്ങളുടെ വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയും യാത്രികരെ ഈ വസ്തുക്കൾ വാങ്ങാൻ നിർബന്ധിക്കുകയും പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. തങ്ങളുടെ ഇത്തരമുള്ള വ്യാപാരം കൊണ്ട് ഉപജീവനം നടത്തുന്ന അനേകായിരം ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇവിടെയുള്ള യുവാക്കളുടെയും മധ്യവയസ്കരുടെയും ഒരു പരിധിവരെ പ്രായം ചെന്നവരുടെയും ഒക്കെ വരുമാന മാർഗം ഈ ശിക്കാരയും ഈ ദാൽ തടാകവും ഇവിടുത്തെ മറ്റ് അനവധി ആക്ടിവിറ്റീസുമാണ്. മനോഹരമായ ഈ ദാൽ തടാകത്തിൽ വള്ളം നടത്തുന്നതിൽ ആദായം സമ്പാദിക്കുന്ന അനേകായിരങ്ങളാണ് ഇവിടെയുള്ളത്. ഓരോരുത്തരും തങ്ങൾക്ക് ആവശ്യമായ സമ്പാദന രീതിയായും ഈ ദാൽ തടാകത്തിലെ തങ്ങളുടെ ശിക്കാര യാത്ര ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ തദ്ദേശീയരുടെ
പ്രധാന വരുമാനമായ ഇവിടെ എത്തുന്ന യാത്രികരുടെ പ്രധാന ആകർഷണമായ ഈ ദാൽ തടാകത്തിലൂടെ ഉള്ള യാത്ര ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഓർമ്മയായി, ഒരു ചിത്രമായി മനസ്സിൽ പതിക്കുന്നു. ഇങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഈ ഷിക്കാരയിലിരുന്ന് ഞാനും സഹയാത്രികർക്കൊപ്പം ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് യാത്ര തുടരുകയാണ് ഈ ദാൽ തടാകത്തിലൂടെ. ഇനിയും നമുക്ക് മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടാനിരിക്കുന്ന മനോഹരമായ മറ്റ് അനവധി കാഴ്ചകളിലേക്കും മറ്റ് അനവധി അത്ഭുതങ്ങളിലേക്കും.